നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫെർണാണ്ടോ സാന്റോസിനെ പുറത്താക്കിയിരിക്കുന്നു. ബെസിക്ടാസ് അവരുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് 3 മാസക്കാലം കൊണ്ട് ഫെർണാണ്ടോ സാന്റോസിനെ പുറത്താക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, പോർച്ചുഗലിൻ്റെ കോച്ചായിരുന്നല്ലോ ഫെർണാണ്ടോ സാന്റോസ്. ക്രിസ്ത്യാനോയുടെ ആരാധകർക്ക് മറക്കാൻ പറ്റാത്തയാളാണ്. ക്രിസ്ത്യാനോ ആദ്യമായിട്ടൊരു അന്താരാഷ്ട്ര കിരീടം ചൂടുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലാണ് 2016 യൂറോ കപ്പിൽ. പിന്നെ യുഎഫ നേഷൻസ് ലീഗിൽ മുത്തമിട്ടതും അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അതേ ഫെർണാണ്ടോ സാന്റോസിൻ്റെ കീഴിലാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ ബെഞ്ചിലിരിക്കേണ്ടി വന്നതും വലിയ വിവാദങ്ങൾ ഉണ്ടായതും. പോർച്ചുഗൽ പുറത്തായിരുന്ന തൊട്ടു പിന്നാലെ ഫെർണാണ്ടോ സാന്റോസിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് പോർച്ചുഗൽ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. 2014 മുതൽ 2022 വരെ നീണ്ട കാലം അവിടെ പരിശീലകനായിരുന്നിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയത്. പിന്നെ തൊട്ടു പിന്നാലെ അദ്ദേഹം പോളണ്ടിൻ്റെ കോച്ചാണെന്ന് നമ്മൾ കണ്ടു. പക്ഷെ പോളണ്ടും അധികകാലം വെക്കാതെ അദ്ദേഹത്തെ സാക്ക് ചെയ്തു. ഇപ്പോൾ 2024 ജനുവരിയിൽ മാത്രമാണ് ബെസിക്ടാസ് എന്ന ടർക്കിഷ് ക്ലബ്ബ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോഴേ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, സാക്ക് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അത്ര മികച്ച പ്രകടനമല്ല ബെസിക്ടാസ് നടത്തിയത് അദ്ദേഹത്തിന് കീഴിൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പുറത്തേക്ക് പോവേണ്ടി വന്നത്. ഇപ്പോൾ കഴിഞ്ഞ സാറ്റർഡേ അവർ സാംസൺ പോറിനോട് 1-1 സമനിലയിൽ പിരിഞ്ഞതോടുകൂടി കഴിഞ്ഞ 5 സൂപ്പർ ലീഗ് മത്സരങ്ങളായിട്ട് ടീമിന് വിജയിക്കാൻ പറ്റിയിട്ടില്ല. ഇത് തീർച്ചയായിട്ടും അവരുടെ യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ ഡൗട്ടിലാക്കി കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ടാണ് ഇപ്പോൾ കോച്ചിനെ അവർ പുറത്താക്കിയിരിക്കുന്നത്. ക്ലബിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെയാണ് വന്നത്: വി ഹാവ് പാർട്ടഡ് വേസ് വിത്ത് കോച്ച് ഫെർണാണ്ടോ സാന്റോസ്. We thank Santos for his service and wish him success in his future life എന്നുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവർ ഇറക്കിയത്. എന്തായാലും ഫെർണാണ്ടോ സാന്റോസിനെ ബെസിക്ടാസും പുറത്താക്കിയിരിക്കുന്നു. പോർച്ചുഗലിൽ നിന്ന് പുറത്തായതിനു ശേഷം അദ്ദേഹത്തിന് എവിടെയും വേണ്ട വിധത്തിലുള്ള ഒരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുക്കാം.